ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്വാദിഷ്ടമായ നെല്ലിക്ക അച്ചാർ. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 1/2 കിലോ നെല്ലിക്ക എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 20 എണ്ണം വരും. കഴുകി വൃത്തിയാക്കി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഇഡ്ഡലി പാത്രം എടുക്കാം. അതിലേക്ക് നമുക്ക് ഈ നെല്ലിക്കയെല്ലാം നിരത്തി വയ്ക്കാം. ഇഡ്ഡലി പാത്രത്തിൽ അടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം തട്ട് മുകളിൽ വെച്ച് അതിൻ്റെ പുറത്ത് വേണം നെല്ലിക്കയെല്ലാം നിരത്തേണ്ടത്. ഇനി ഇത് അടച്ചു വെച്ച് കുറച്ച് നേരം നമുക്ക് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് എടുക്കും വേവാൻ. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഉപ്പെല്ലാം നെല്ലിക്കയിൽ പിടിക്കട്ടെ. ഇപ്പോൾ ഇത് വെന്തിട്ടില്ല, കുറച്ചും കൂടി ഉണ്ട് വേവാൻ. നമുക്ക് കുറച്ച് നേരം കൂടി അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പം നമ്മുടെ നെല്ലിക്കയെല്ലാം വെന്തിട്ടുണ്ട്. കുരുവിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം തണുക്കാൻ വയ്ക്കാം. ഞാനൊരു ഉരുളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 200 ഗ്രാം നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉലുവ ഇട്ടു. അതൊന്ന് പൊട്ടട്ടെ. ഇതിലേക്ക് 3-4 വറ്റൽ മുളകും കൂടി മുറിച്ചിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 15 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, 5-6 പച്ചമുളക് ഇത്രയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ്. അത് നന്നായിട്ടൊന്ന് മൂക്കട്ടെ. ഇത് മൂക്കുന്ന സമയം കൊണ്ട് നമുക്ക് നെല്ലിക്ക തണുത്തിട്ടുണ്ടാവും. അതിനെ ഒന്ന് കുരുവിൽ നിന്ന് വേർതിരിച്ചെടുക്കാം. നമ്മുടെ നെല്ലിക്ക തണുത്തിട്ടുണ്ട്. നമുക്കതെല്ലാം ഒന്ന് ഇളക്കി മാറ്റാം. ചെറിയ ചെറിയ പീസുകളായിട്ട് ഇളക്കിയെടുക്കാം. നമ്മുടെ നെല്ലിക്കയെല്ലാം ഇളക്കി മാറ്റിയിട്ടുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ഈ അച്ചാറിൽ നമ്മൾ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറട്ടെ. 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നെല്ലിക്ക ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. കൂട്ടെല്ലാം നെല്ലിക്കയിലൊന്ന് പിടിക്കട്ടെ. മുളക് പൊടി കുറവാണെങ്കിൽ കുറച്ചും കൂടി മുളക് പൊടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നേരത്തെ നെല്ലിക്കയിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അച്ചാറാകുമ്പോൾ ഉപ്പ് മുന്നിട്ട് നിൽക്കണമല്ലോ, അതുകൊണ്ടാണ് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. കൂട്ടൊക്കെ നന്നായിട്ടൊന്ന് നെല്ലിക്കയിൽ പിടിക്കട്ടെ. ഒന്നും കൂടി ഉപ്പൊന്നുണ്ടോ നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം.
ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇപ്പോൾ നമ്മുടെ നെല്ലിക്ക ഏകദേശം റെഡി ആയിട്ടുണ്ട്. എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കുറച്ച് നേരം കൂടി ഒന്ന് കിടക്കട്ടെ. കൂട്ടെല്ലാം നല്ല കറുത്ത് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ നെല്ലിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു കുപ്പി കഴുകി ഉണക്കി തുടച്ചെടുത്തതാണ്. വെള്ളം ഒട്ടും പാടില്ല. ഇനി നമുക്കത് പാത്രത്തിലേക്ക് മാറ്റാം. സ്വാദിഷ്ടമായ നെല്ലിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.